നമസ്കാരം. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തീർത്ഥക്കുളത്തിൽ അനുവാദമില്ലാതെ അതിക്രമിച്ചു കയറുകയും ആ ക്ഷേത്രക്കുളത്തിൽ കാല് കഴുകുകയും അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് റീൽ ചിത്രീകരിക്കുകയും ചെയ്ത ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫറിനെതിരെ ഇപ്പോൾ ക്ഷേത്ര ദേവസ്വം തന്നെ ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല. ആ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ അന്യമതസ്ഥർക്ക് പ്രവേശനം നൽകാതിരിക്കുന്നത് ഉചിതമാണോ ഇല്ലയോ? ആ ചർച്ചകൾ അത് വേറെയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടുതൽ നടക്കേണ്ടതാണ്. പക്ഷേ നിലവിൽ അങ്ങനെ ഒരു നിയമമുണ്ടായിരിക്കെ ഇത്തരത്തിൽ ഈ ക്ഷേത്രക്കുളത്തിലും അതുപോലെ തന്നെ ക്ഷേത്ര പരിസരത്തുമൊക്കെ റീലുകൾ ചിത്രീകരിക്കുന്നത് ഹൈക്കോടതി വിധിയിലൂടെ നിരോധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ ബിഗ് ബോസ് താരങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുമൊക്കെ ഇത്തരത്തിൽ ഈ മഹാക്ഷേത്രം കയറിയിറങ്ങി ഇങ്ങനെ ഒരു റീൽ ചിത്രീകരണവും നിയമലംഘനവും നടത്തുന്നത് എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. അന്യമതസ്ഥർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല എന്ന് അറിയാത്തതായി ആരും ഉണ്ടാകാൻ സാധ്യതയില്ല. മാത്രമല്ല, ഇത്തരം ക്ഷേത്രക്കുളത്തിലും അതുപോലെ തന്നെ ക്ഷേത്ര പരിസരത്തുമൊക്കെ ഈ റീലുകൾ നിരോധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് അത് രഹസ്യമായി ഇറക്കിയതല്ല. വലിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അവിടെ ആ പ്രശ്നത്തിൻ്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാകുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ കോടതി വിധികൾ വന്നിട്ടുള്ളത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വെറുതെ ആരുമറിയാതെ കോടതി ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിക്കുക അല്ല ഉണ്ടായത്. ഒരു സംഭവം നടക്കുന്നു, ആ സംഭവത്തിന് പിന്നാലെ നിരവധി വിവാദങ്ങൾ ഉണ്ടാകുന്നു. ആ വിവാദങ്ങളിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ സംസാരിക്കുന്നു. അങ്ങനെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാകുന്നു, വാർത്തയാകുന്നു. അതിനുശേഷമാണ് ഇത് കോടതിയിലെത്തുന്നത്. ഈ കോടതി ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരണങ്ങളും റീൽ ചിത്രീകരണങ്ങളും ഒന്നും ക്ഷേത്ര പരിസരത്ത് പാടില്ല, പ്രത്യേകിച്ചും ക്ഷേത്രക്കുളത്തിൽ പാടില്ല എന്ന് കൃത്യമായി എഴുതി വച്ചത് വിധി പറഞ്ഞത്. പക്ഷേ ആ നിയമം അറിയില്ല എന്ന് പറഞ്ഞ് വീണ്ടും ആ ക്ഷേത്രത്തിലേക്ക് ധൈര്യപൂർവ്വം അല്ലെങ്കിൽ ധിക്കാരപൂർവ്വം കടന്നു കയറി അവിടുത്തെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ നിയമാവലികളും ഒന്നും പാലിക്കാതെ അവിടെ ഷൂട്ട് ചെയ്ത് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നതിന് പിന്നിൽ അന്യമത നിന്ദയുണ്ട് എന്ന് പറയാതെ വയ്യ. കാരണം ഒരു കൊച്ചുകുട്ടിയല്ല ഈ പറയുന്ന ജാസ്മിൻ ജാഫർ എന്ന പേരുമായി ഈ ക്ഷേത്രനടയിൽ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ അത് ഈ ക്ഷേത്രവിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തും എന്നറിയാത്തവരല്ല. ക്ഷേത്ര ദർശനത്തിൻ്റെ പവിത്രത എന്തിനാണ് ആളുകൾ ഗുരുവായൂരപ്പനെ ദർശിക്കാനായി വരുന്നത്? മണിക്കൂറുകളോളം ക്യൂ നിന്ന് ഗുരുവായൂരപ്പനെ ദർശിക്കാൻ വരുന്നവരുടെ മനസ്സിൻ്റെ ഉള്ളിലെ ചേതോവികാരം എന്താണ് എന്നൊക്കെ ഒരുപക്ഷെ ജാസ്മിന് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ അവിടെ അങ്ങനെ ഒരു നിയമമുണ്ടെന്നും അങ്ങനെ ഒരു നിയമമുണ്ടെങ്കിൽ ക്ഷേത്രത്തിനോട് മര്യാദ കാണിക്കാനും ആ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കാനും എല്ലാവരും ബാധ്യസ്ഥരാണ്. പക്ഷേ ഇത് ഹിന്ദു ക്ഷേത്രമാണ്. അവിടെ എന്ത് നിയമങ്ങളുണ്ടായാലും അത് ധിക്കരിച്ചാൽ ഇവിടെ വലിയ പിന്തുണ ലഭിക്കും. മാത്രമല്ല, വാർത്തയിൽ ഇടം നേടാൻ സാധിക്കും, അവസരങ്ങൾ ഒഴുകിയെത്തും. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കാം ഇങ്ങനെ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബിഗ് ബോസ് താരവുമൊക്കെ ആയിരുന്ന ഈ പെൺകുട്ടി ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ ആറാടിക്കുന്ന ക്ഷേത്രക്കുളമാണ്, അവിടേക്ക് ഇറങ്ങി ഇത്തരത്തിൽ കാൽ കഴുകിക്കൊണ്ട് ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തിയത്. ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം മാത്രമേ ഇക്കാര്യത്തിൽ ചോദിക്കാനുള്ളൂ. ഒരു മുസ്ലിം ദേവാലയത്തിൽ ഇത്തരത്തിൽ അവിടുത്തെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ കടന്നു കയറുകയോ അല്ല എങ്കിൽ അവിടെ അതിനകത്ത് കയറി ഇത്തരത്തിൽ റീലുകൾ ചിത്രീകരിക്കുകയോ ആ റീലുകൾ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയോ ചെയ്താൽ അയാളെ നിങ്ങൾ ജീവനോടെ വച്ചിരിക്കുമോ? അല്ല എങ്കിൽ ഇതിന് നിങ്ങൾ അനുവാദം നൽകുമോ? അങ്ങനെ ആരെങ്കിലും ചെയ്താൽ നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? അത് തീർച്ചയായും ഓരോ മതസ്ഥരും കരുതേണ്ടതാണ്. എത്രമാത്രം സെലിബ്രിറ്റി ആയാലും, എത്രമാത്രം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയാലും, സോഷ്യൽ മീഡിയ മാത്രമല്ല ഈ ലോകത്തെ ജീവിതം അതിനപ്പുറത്തും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഒരു റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി, പ്രശസ്തയാകാൻ വേണ്ടി, സിനിമയിലും മറ്റും അവസരങ്ങൾ തേടിയെത്താൻ വേണ്ടി ഇത്തരത്തിൽ ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയത്തിലേക്ക് കടന്നു കയറുക, കോടിക്കണക്കിന് മതവിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുക. ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഓരോ ദിവസവും 10,000-ങ്ങളാണ് ഒഴുകിയെത്തുന്നത്. വരാൻ സാധിക്കാത്ത നിരവധി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ അവരവരുടെ ഭവനങ്ങളിലിരുന്ന് ഗുരുവായൂരപ്പനെ ഓരോ ദിവസവും ആരാധിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഭക്തജനങ്ങളെ, കോടിക്കണക്കിന് ഭക്തജനങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിൽ സ്വന്തം ഒരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, സ്വന്തം കാര്യം മാത്രം നേടാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും
ഗുരുവായൂർ ദേവസ്വം ഇതിൽ പരാതിയുമായി പോലീസിനെ സമീപിച്ചത് അത് അർഹമാണ്. പോലീസിന് ഇനി എന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ പോലീസിനെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ഇവിടുത്തെ ഭരണകൂടവും അതുപോലെ തന്നെ ഇവിടുത്തെ ചില കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്ന ആളുകളും അനുവദിക്കുമോ, രാഷ്ട്രീയ സമ്മർദ്ദം ഈ ജാസ്മിനെ രക്ഷിക്കുമോ എന്നീ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ എന്തായാലും ഭക്തർ ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. ആ പ്രതികരണം തീർച്ചയായും ഫലം കാണണം. മേലിൽ ആരും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കാൻ കൂടി കാരണമാകുന്ന രീതിയിൽ മാതൃകാപരമായ ശിക്ഷ ഈ കുറ്റകൃത്യത്തിന് നൽകുകയും വേണം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനു ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.